ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പോക്സോ ആക്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഫേക്ക് പോക്സോ കേസുകളെപ്പറ്റി നോക്കാം. വൈരാഗ്യം, സ്വകാര്യ പ്രതികാരം, ബന്ധങ്ങൾ തകരുമ്പോൾ, പ്രോപ്പർട്ടി തർക്കം, കുടുംബ തർക്കം, പ്രണയബന്ധം മറയ്ക്കൽ, ചില ഡൈവോഴ്സ് കേസുകൾ, ഇവിടെയൊക്കെ വ്യാജ ആരോപണങ്ങൾക്ക് വഴി തെളിയാറുണ്ട്. വൈകിയ പരാതി, അൺഎക്സ്പ്ലെയിൻഡ് ഡിലേ, മെഡിക്കൽ തെളിവുകൾ ഇല്ല, കുട്ടിയുടെ മൊഴിയിൽ വിരുദ്ധത, മാതാപിതാക്കളുടെ ട്യൂട്ടോറിങ് അല്ലെങ്കിൽ പ്രഷർ, പ്രണയബന്ധം ബ്രേക്കപ്പ് ആകുമ്പോൾ, കോൾ റെക്കോർഡ്സ്, ചാറ്റ്സ്, ഇവയൊക്കെ കോടതി കൺസിഡർ ചെയ്യാറുണ്ട്. സംഭവത്തിന് ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞ് FIR ഇടുന്നു. ഡിലേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വാട്സപ്പ് ചാറ്റ്സ്, കോൾ റെക്കോർഡ്സ്, ഫോട്ടോസ്, വീഡിയോസ്, CCTV ഫുട്ടേജ് ഒക്കെ പരിശോധിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസത്തിന് ശേഷം സ്വാഭാവികമായ കുട്ടിയുടെ പെരുമാറ്റം, വീണ്ടും ബന്ധം തുടരുന്നതായുള്ള തെളിവുകൾ, ഇവയൊക്കെയും വ്യാജ പോക്സോ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്ന ഒന്നുണ്ട്, ഫേക്ക് പോക്സോ കേസസ് ആർ ആസ് ഡേഞ്ചറസ് ആസ് റിയൽ ഒഫൻസസ്. അതേസമയം എല്ലാ പോക്സോ കേസുകളും ഫേക്ക് ആണെന്ന് കരുതരുത്. ഫാക്ട്സ് ആൻഡ് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. എൻ്റെ അനുഭവത്തിൽ ചില ഫേക്ക് പോക്സോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഒരു സംഗീത അധ്യാപകന് എതിരെ കുട്ടികൾ പരാതി കൊടുക്കുന്നു. സ്കൂളിൻ്റെ പേരും അധ്യാപകൻ്റെ പേരും പറയുന്നില്ല. അധ്യാപകൻ കുട്ടികളോട് ബാഡ് ടച്ച് നടത്തി എന്നതാണ് കേസ്. അധ്യാപകൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ബെയിൽ കിട്ടി പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിയ അധ്യാപകൻ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ മറ്റൊരു അധ്യാപകൻ്റെ കേസ്. അയാൾ കുട്ടികൾക്ക് വർഷങ്ങളായി ട്യൂഷൻ കൊടുക്കുന്ന ഒരാളാണ്. കുട്ടികളെ പിച്ചി, അത് ബാഡ് ടച്ച് എന്ന് പറഞ്ഞ് പരാതി വരുന്നു. അറസ്റ്റ്, ബെയിൽ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നു. പുറത്തു വന്ന അയാൾ സൂയിസൈഡ് ചെയ്തു. മറ്റൊരാൾ തൻ്റെ സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും വരുന്നു. 9ഉം 11ഉം പ്രായമുള്ള കുട്ടികൾ. സംസാരത്തിനും കളിക്കും തമാശകൾക്കുമിടയിൽ ഇളയ കുട്ടിയെ സുഹൃത്ത് എടുത്തുപൊക്കുന്നു. മൂത്ത കുട്ടിയും അത് അയാളോട് ആവശ്യപ്പെടുന്നു. സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ അയാൾ ആ കുട്ടിയെ എടുത്തുയർത്തുന്നു. ആ സംഭവത്തിന് ശേഷം ഈ ആൾക്കും സുഹൃത്തിനുമിടയിൽ ചില പിണക്കങ്ങൾ ഉണ്ടാകുന്നു. 11 മാസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ എടുത്തുപൊക്കി എന്ന കാരണത്തിന് പോക്സോ കേസ് ചാർജ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ, പേരൻസ് നൽകുന്ന ചില ട്യൂട്ടോറിയൽസ്, കുട്ടികളെ ചിലരുടെ ആറ്റിറ്റ്യൂഡുകൾ, പ്രവൃത്തികൾ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഇവ തിരിച്ചറിയാൻ പറ്റാതെ ചില കുട്ടികൾ പ്രശ്നം സൃഷ്ടിക്കുകയും തുടർന്ന് പോക്സോ കേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഓവറായിട്ടുള്ള ഇത്തരം ട്യൂട്ടോറിയൽസ് കുട്ടികളെ ചിലപ്പോഴൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. ഫലം ഫേക്ക് പോക്സോ കേസുകൾ ആയിരിക്കും. ഫേക്ക് പോക്സോ കേസുകളിലെ പ്രതിയുടെ ജീവിതം, ജോലി, കുടുംബം ഇവയെല്ലാം നശിപ്പിക്കപ്പെടാം. ശരിയായ അന്വേഷണം, ജുഡീഷ്യൽ സ്ക്രൂട്ടനി ഇവയ്ക്ക് ശേഷം ഫേക്ക് കേസുകളിൽ കർശനമായ ശിക്ഷ നൽകാറുണ്ട്. പോക്സോ കേസുകളെക്കുറിച്ച് ഏതാണ്ട് ഒരു വിശദീകരണം ഞാൻ നൽകിക്കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഓരോ കേസും വ്യത്യസ്തങ്ങളാണ്. പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.